Hello and welcome to the part 4 of Learn English. Today we will learn how to write a newspaper report based on the unit Project Tiger. So welcome to the part 4 of our episode. വെൽക്കം. ഇന്ന് നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മറ്റുള്ള ഡിസ്കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകൾ തയ്യാറാക്കി പരിചയമില്ല. സാധാരണ നമ്മൾ ന്യൂസ് പേപ്പറുകളെല്ലാം റിപ്പോർട്ട് എഴുതുന്നത് പ്രത്യേകം പരിശീലനം ലഭിച്ച ന്യൂസ് പേപ്പർ റിപ്പോർട്ടർമാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. എങ്കിൽ കൂടെയും നമുക്കതിൻ്റെ കൃത്യമായി എങ്ങനെ എഴുതാം എന്ന് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്കും ഇതേപോലെയുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. ആ ന്യൂസ് പേപ്പറിലെല്ലാം നമ്മൾ കുറേ കാര്യങ്ങൾ വായിച്ചു പോകുന്നുണ്ട്. അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ, അതിൻ്റെ ഫോർമാറ്റ് എന്താണെന്നൊക്കെ നമുക്കറിയാം. എങ്കിൽ കൂടെയും ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് രണ്ടാമതും അതിലൂടെ ഒന്ന് കടന്നു പോകാം. അപ്പൊ ആദ്യം നമുക്കറിയാം, എല്ലാ ഡിസ്കോഴ്സുകൾക്കും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഫോർമാറ്റ്, രണ്ടാമത് അതിന്റെ കണ്ടന്റ് ആണ്. ഇതിൽ ഫോർമാറ്റിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലെ ഫോർമാറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ അതിന്റെ ഹെഡിങ്, പിന്നെ അതിന്റെ ഡേറ്റ്, പ്ലേസ് എന്നീ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിക്കും. സാധാരണ നമ്മൾ മലയാള ദിനപത്രങ്ങളിലൊന്നും ഡേറ്റ് എഴുതുന്ന രീതി കാണാറില്ല. പക്ഷെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകളിൽ ചിലതിലെല്ലാം നമുക്ക് ഡേറ്റ് എഴുതിയിട്ട് കാണാം. നമ്മൾ ഏതായാലും ഇപ്പോൾ എഴുതുന്ന ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ നമ്മൾ ഡേറ്റ് എഴുതുന്നുണ്ട്. അപ്പൊ ഫോർമാറ്റിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത് അതിൻ്റെ ഒരു ഹെഡിങ്, പിന്നെ അതിന്റെ ഡേറ്റ്, പ്ലേസ്, പിന്നെ അതിൽ നമ്മൾ കണ്ടന്റ് ഉൾക്കൊള്ളിക്കണം. അതിന്റെ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ കണ്ടന്റിൽ ഉൾപ്പെടുത്തണം. അതേതാണ് നമ്മൾ വിശദമായി നമുക്ക് പിന്നീട് നോക്കാം. ആദ്യം നമ്മൾ ഫോർമാറ്റിലുള്ള ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ഹെഡിങ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൗ ദ ഹെഡ്ലൈൻ ഷുഡ് ബി. നമുക്കറിയാം, ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെ നമ്മൾ ധാരാളം വായിച്ചിട്ടുണ്ടാവും. ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്റെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി എ വെരി കാച്ചി വൺ. എന്ന് വെച്ചാൽ ഹെഡ്ലൈൻ കണ്ടു കഴിഞ്ഞാൽ ആ ന്യൂസ് വായിക്കുവാനായിട്ട് റീഡേഴ്സിന് തോന്നണം. സോ എ ഹെഡ്ലൈൻ ഷുഡ് ബി എ കാച്ചി വൺ ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി ഷോർട്ട്. ആൻഡ് ജനറലി വി അവോയ്ഡ് ദ ആർട്ടിക്കിൾസ്. സാധാരണ നമ്മൾ വളരെ ഷോർട്ടായിട്ട് ചിലപ്പോൾ ചില ഫ്രേസുകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ ഹെഡ്ലൈനിൽ. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദ ഹെഡ്ലൈൻ ഷുഡ് ബി കാച്ചി, ഷോർട്ട് ആൻഡ് ജനറലി വി അവോയ്ഡ് ദ ആർട്ടിക്കിൾസ് ഇൻ ദ ഹെഡ്ലൈൻ. അപ്പൊ ഇതാണ് നമ്മൾ ഹെഡ്ലൈൻ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഹെഡ്ലൈൻ എന്ന് പറയുന്നതാണ് ഒരു റീഡറെ സംബന്ധിച്ചിടത്തോളം ആ ന്യൂസ് വായിക്കണോ വായിക്കണ്ടേ എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഹെഡ്ലൈൻ ആണ്. ഇനി നമ്മൾ അതിൽ പറഞ്ഞ മറ്റു രണ്ട് കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പമാണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് അതിന്റെ പ്ലേസ്, ദെൻ ദ ഡേറ്റ്. ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാര്യമാണ് നമ്മൾ പറഞ്ഞത് കണ്ടന്റ്. സോ ഹൗ ദ സ്ട്രക്ചർ ഓഫ് ദ കണ്ടന്റ് ഷുഡ് ബി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം. അതേതാന്ന് നോക്കാം, എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ഇറ്റ് ഷുഡ് കൺവേ ദ ഇൻഫർമേഷൻ നീഡഡ് ടു ദ റീഡേഴ്സ്. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനകത്ത് കണ്ടന്റ് വായിച്ചു കഴിഞ്ഞാൽ വായനക്കാരന് എന്തൊക്കെ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവോ ആ വിവരങ്ങളെല്ലാം നമ്മൾ കൈമാറണം. സോ ഇറ്റ് ഷുഡ് കൺവേ ദ ഇൻഫർമേഷൻ നീഡഡ് ടു ദ റീഡേഴ്സ് ആൻഡ് ഇറ്റ് ഷുഡ് ഓൾസോ സാറ്റിസ്ഫൈ ദ ക്യൂരിയോസിറ്റി ഓഫ് ദ റീഡേഴ്സ്. അപ്പൊ നേരത്തെ പറഞ്ഞു, ദ ഹെഡ്ലൈൻ ഷുഡ് ബി എ കാച്ചി വൺ, ഷുഡ് ബി അട്രാക്റ്റീവ്. The reader should get attracted to that particular news. So the reader is always had a curiosity. So the reader should be satisfied with their curiosity. അതിന് നമ്മൾ റിപ്പോർട്ടർക്ക് അതിന്റെ ബാധ്യതയുണ്ട്. So it should satisfy the curiosity of the readers. ഇതിനു വേണ്ടി നമ്മൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്റെ ഘടനയുണ്ട്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് the most important information should be at the top of the news report, and as we move down the importance will become lesser and lesser. അപ്പൊ ഏറ്റവും മുകളിൽ നമ്മൾ എഴുതുന്നത് ഒരു പാരഗ്രാഫ് തുടങ്ങുമ്പോൾ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തുടങ്ങുമ്പോൾ അതിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും പിന്നീട് നമ്മൾ താഴേക്ക് പോകുന്നതോറും പ്രാധാന്യം കുറഞ്ഞ വസ്തുതകളുമാണ് നമ്മൾ സാധാരണ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ എഴുതാറ്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. Most important information at the top and less important ones as we move downwards. ഇതാണ് സ്ട്രക്ചർ, കണ്ടന്റിന്റെ സ്ട്രക്ചർ ഇതാണ്.
നമുക്ക് നോക്കാം കണ്ടന്റിലെ നമുക്ക് ഒന്നും കൂടി കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടന്റിൽ ഉൾപ്പെടുത്തേണ്ടത്. ഈ കണ്ടെയ്ൻസ് 3 elements. The content will contain the 3 elements. എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് പാർട്ടിലെ how the first part, then the middle part and the final part. അങ്ങനെയുള്ള ഈ കണ്ടന്റ് നമ്മൾ 3 ഭാഗമായി നമുക്ക് തരംതിരിക്കാം. നമുക്ക് എത്ര പാരഗ്രാഫ് വേണമെങ്കിലും എഴുതാം. പക്ഷെ ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 elements ആണ്. First, at the first part, we'll describe the heading with the most important details. So at the beginning, നമ്മൾ ആദ്യം ഹെഡിങ് എന്ന് പറയുന്നത് വളരെ നമ്മൾ ചുരുക്കിയായിരിക്കും ഹെഡിങ് എഴുതുക. ആ ഹെഡിങ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒന്നുകൂടി വിശദമായി എഴുതുക. അതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ചെയ്യുന്നത്. സോ വിൽ ഡിസ്ക്രൈബ് ദ ഹെഡിങ് വിത്ത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ്. അതാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്റെ ഫസ്റ്റ് ഭാഗത്തുണ്ട്. ദെൻ അത്രമാത്രം പോരാ, നേരത്തെ we are bound to satisfy the curiosity of the readers. അപ്പോൾ റീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു ഇൻസിഡന്റിലെ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത്, എവിടെ വെച്ചിട്ടാണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത്, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. സോ വി ആർ ബൗണ്ട് ടു സാറ്റിസ്ഫൈ ദ ക്യൂരിയോസിറ്റി ഓഫ് ദാറ്റ് റീഡേഴ്സ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ് ആൻസർ ദ വെൻ, വേർ, ഹൗ, വാട്ട്, വൈ എക്സെട്ര ഓഫ് ദ ഇൻസിഡന്റ്. ഇതാണ് നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത്. ദെൻ ഇൻ ദ ഫൈനൽ പാർട്ട് വിൽ ഇൻക്ലൂഡ് ദ മൈനർ ഡീറ്റെയിൽസ്. മൈനർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ ആ ഇൻസിഡന്റിലെ ബന്ധപ്പെട്ട വ്യക്തികളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, അങ്ങനെയുള്ള ചില മൈനർ ഡീറ്റെയിൽസും വി ഷുഡ് ഇൻക്ലൂഡ് അറ്റ് ദ ഫൈനൽ പാർട്ട്. അപ്പൊ 3 elements ആണ് നമ്മൾ കണ്ടന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ കണ്ടന്റിലെ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് അറ്റ് ദ ടോപ്പ് വിൽ ഡിസ്ക്രൈബ് ദ ഹെഡിങ്. ഇൻ ദ സെക്കൻഡ് പാർട്ട് will answer the when, where, how, what, why, etc. of the incident, and at the lower part we'll write the minor details of the content. അത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമുക്കൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാം. നമ്മുടെ 10ാം ക്ലാസ്സിലെ പാഠമായിട്ടുള്ള പ്രോജക്ട് ടൈഗറിലെ ഒരു ഭാഗത്തെ നമുക്കൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാം. നമുക്ക് ഓർമ്മയുണ്ടാവും പ്രോജക്ട് ടൈഗറിലെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ഒരു ചിത്രത്തിൽ ഒന്ന് കാണുന്നില്ലേ, ഒരു ഇൻസിഡന്റ് കാണുന്നുണ്ട്. ഈ ഇൻസിഡന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കാം. Prepare a newspaper report about the shooting of the film at Boral. നമുക്കറിയാം അവിടെ ഈ ഷൂട്ടിംഗ് നടന്നത് 2 സ്ഥലങ്ങൾ വെച്ചിട്ടാണ്. രണ്ടാമത് നടന്ന സ്ഥലമാണ് ബോറൽ. ആദ്യം നോട്ടിംഗ്ഹാം എന്ന സ്ഥലത്തായിരുന്നു, രണ്ടാമത് ബോറൽ. ഇവിടെ രണ്ടാമത് ഷൂട്ടിംഗ് നടന്ന സ്ഥലത്ത് ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കണം. ഹൗ ദ ഫോർമാറ്റ് ഷുഡ് ബി ആൻഡ് ഹൗ ദ കണ്ടന്റ് ഷുഡ് ബി. അപ്പൊ നമ്മൾ കണ്ടന്റ് എഴുതുമ്പോൾ കണ്ടന്റിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ടന്റ് ആണ്. അപ്പൊ കണ്ടന്റിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫസ്റ്റ് ഹെഡ്ലൈനിന്റെ വിൽ ഹാവ് എ detailed description at the first part, when, where, why, how, etc. of the incident, second part, then minor details later. So that is the format of the content. That is the structure of the content. അപ്പോൾ നമുക്ക് ഇത് എഴുതണം എന്നുണ്ടെങ്കിൽ ആദ്യം ബോറൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചതെന്ന് അറിയണം. അത് വേണം നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആക്കിയിട്ട് എഴുതാൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് അതിൻ്റെതായ ഒരു ഘടനയുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ നരേഷൻ, ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റോറി, ഇറ്റ് ഈസ് നോട്ട് എ ലെറ്റർ. സോ എ ന്യൂസ് പേപ്പർ report should be unique from other types of discourses. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർമ്മ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. Here is our tiger. Let's recollect. We'll recollect the events. So the first part, they reached the Boral. The shooting team reached the Boral. That's the first thing. അപ്പോൾ പിന്നെന്താണ്ടായത്, മെനി വില്ലേജേഴ്സ് റീച്ച് ടു വാച്ച് ദ ഷൂട്ടിംഗ്. ദെൻ ദ ടൈഗർ ചാർജ് അറ്റ് ദ വില്ലേജേഴ്സ്. ഇതാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. ദ ടൈഗർ ചാർജ് അറ്റ് ദ വില്ലേജേഴ്സ്. ദ റാൻ ടു സേഫ്റ്റി. ദ ഷൂട്ടിംഗ് ടീം ഷോട്ട് ദ റിക്വയർഡ് സീൻ ആൻഡ് വെന്റ് ബാക്ക്. ഇത്തരം വസ്തുതകൾ ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം തയ്യാറാക്കിയിരിക്കുന്നത്. അതിനു മുൻപ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, പോയിന്റുകൾ നമ്മൾ ഒന്നും കൂടി ഓർമ്മ വെക്കണം. സോ വിൽ സീ ദ സ്ട്രക്ചർ ഓഫ് ദ കണ്ടന്റ്. എന്തൊക്കെയാ നോക്കാം. ഫസ്റ്റ് പാർട്ടിൽ എങ്ങനെയാണ്, ഫസ്റ്റ് പാർട്ടിൽ വിൽ write a detailed description about the heading, then the when, where, why, how and what of the
etc. of the incident, and in the final part we'll include the minor details. അപ്പോൾ നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാം. നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്തുള്ളതെന്ന് നമുക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. So let us listen to that newspaper report. First, the heading. The heading, we should have a catchy short heading. So ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ടൈഗർ വില്ലേജേഴ്സിന്റെ മുകളിലേക്ക് ചാർജ് ചെയ്താണ്. ദ ചാർജ്ഡ് ദ വില്ലേജേഴ്സ്. ആ ഒരു പോയിന്റിൽ ഉൾപ്പെടുത്തിയാണ്, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മളുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ടൈഗർ ഓൺ ലൈവ് villagers stunt. So that should be a very catchy and also a very short headline. And now we'll go to the detailed newspaper report. 8th September 1972. Calcutta, on seeing the live action of a robust tiger in front of the camera for the Satyajit Ray's upcoming new film Gupi Gaina Bagha Bain, the villagers got struck back. The incident took place last day at Boral, a village 20 kilometers away from Calcutta. The tiger, which was let out into the open, from its cage, for action, charged at the villagers who were watching the shooting, and they ran to safety. Nobody was injured in the incident since the shooting team had taken enough safety measures to prevent the attack of the tiger. കേട്ടല്ലോ. ഇനി നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം. Earlier, the continuous effort of the shooting team to control the mob of spectators became futile, which led the tiger to get provoked. Some villagers came back to watch the tiger's live action. A young spectator who came back to the spot told the reporter that he was much thrilled to watch the shooting of the film with a real tiger. Later, the renowned director Mr. Satyajit Ray informed the media that the shooting went on smoothly and they were about to leave the village. He added that the new film is expected to be released by the end of this year. The tiger belonged to Bharat Circus. The trainer Mr. Thorat told that it was his first experience to make a tiger act in a film, and he was much excited to become a part of it. It is told that the earlier shooting of the same scene at Notengram became a failure due to technical problems. നിങ്ങൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വായിച്ചു നോക്കിയല്ലോ. അതിൽ ചില പ്രത്യേക തരത്തിലുള്ള സെന്റൻസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് കാരണം ദ റിപ്പോർട്ടർ കളക്ട്സ് ദ ഇൻഫർമേഷൻ ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. റിപ്പോർട്ടറിന് തനിയെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് നേരിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിവിധ തരം ആളുകളോട് ചോദിച്ചാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അവർ പറഞ്ഞ പ്രകാരം അവരിങ്ങനെ പറഞ്ഞു തുടങ്ങിയ സെന്റൻസുകൾ നമുക്ക് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ കാണാം. അതുപോലെ തന്നെ റിപ്പോർട്ടർ എന്ന് പറയുന്നത് കഴിഞ്ഞ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിമ്പിൾ പാസ്റ്റോ പാസ്റ്റ് പാർട്ടിസിപ്പിളോ ആയിട്ടായിരിക്കും മിക്കവാറും എല്ലാ സെന്റൻസുകളും ഉപയോഗിക്കുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ഉപയോഗിക്കേണ്ടതാണ്. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതേപോലെയുള്ള സെന്റൻസുകൾ ദ പോലീസ് സെഡ് ദാറ്റ്, ഹി ആഡഡ് ദാറ്റ്, അക്കോർഡിംഗ് ടു ദ ഒഫീഷ്യൽ, മിസ്റ്റർ തോറാട്ട് ഇൻഫോംഡ് ദാറ്റ്, ഹി ആഡഡ് ദാറ്റ് തുടങ്ങിയ സെന്റൻസുകൾ എപ്പോഴും നമുക്ക് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യൂസ് ഓഫ് സിമ്പിൾ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വായിച്ചല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടന്റിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടന്റിൽ നേരത്തെ പറഞ്ഞ എലമെന്റുകളൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ രീതിയിൽ വേണം നിങ്ങൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാൻ. അപ്പൊ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ചെറിയൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അതേപോലെയുള്ള നിങ്ങൾ മറ്റുള്ള ഭാഗങ്ങൾ, ടെക്സ്റ്റ് ബുക്കിലെ മറ്റു പാഠങ്ങൾ തിരഞ്ഞെടുക്കുക. അതിലേതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ഏതെങ്കിലും ഷോർട്ട് ഉണ്ടോ നോക്കുക. അത് നോക്കി അതിൽ നിന്ന് നമുക്ക് ഇതേപോലെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകൾ തയ്യാറാക്കാം. So, thank you for watching.